നമസ്കാരം. കഥയിലേക്ക് സ്വാഗതം. പ്രവാസ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന യാതനകൾ മറച്ചുവെച്ച് 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭാര്യയുടെയും മകന്റെയും അടുത്ത് സ്നേഹത്തോടെ എത്തുന്ന ഒരച്ഛൻ. അച്ഛന്റെ അവസ്ഥ നേരിട്ട് കാണുമ്പോൾ പ്രവാസ ജീവിതത്തിന്റെ കയ്പ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്ന മകൻ. ഇവരുടെ കഥ വൈകാരികമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ റിജു കാമാച്ചി തന്റെ പ്രവാസം എന്ന രചനയിൽ. കഥ പ്രവാസം. രചന റിജു കാമാച്ചി. അവതരണം സജിത അനിൽ. പ്രവാസം. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി ഗൾഫിലേക്ക് പോയത്. 2-3 വർഷത്തിൽ ഒരിക്കൽ ലീവിൽ വരുന്ന അച്ഛനോട് എനിക്ക് വലിയ അടുപ്പം തോന്നാറില്ലായിരുന്നു. അമ്മയായിരുന്നു എനിക്കെല്ലാം. ഞാനും അമ്മയും മാത്രമുള്ള എന്റെ കുഞ്ഞു ലോകത്തേക്ക് ഇടയ്ക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള അച്ഛനോട് എന്തോ എനിക്കൊരു അകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും അച്ഛൻ ലീവിന് വരുമ്പോഴെല്ലാം അടുത്ത മുറിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ വിധിക്കപ്പെട്ടിരുന്നത് അച്ഛനോടുള്ള എന്റെ സ്നേഹക്കുറവിന് വീണ്ടും ഒരു കാരണമായി. ഞാൻ വളരുന്നതോടൊപ്പം അച്ഛനോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ ഉടനെ അച്ഛൻ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും അമ്മയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ അച്ഛൻ കൂട്ടുകാരൻ സേതുക്കയൊപ്പം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടയുടനെ അച്ഛന്റെ കണ്ണുകൾ എന്തിനോ നിറയുന്നുണ്ടായിരുന്നു. സേതുക്കയെ പരിചയപ്പെടുത്തി. നാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ എല്ലാത്തിനും ഹ്രസ്വമായ മറുപടികളിൽ മാത്രം നൽകി. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ താമസ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചുപോയി. സേതുക്ക താമസിക്കുന്നത് ഇവിടെ അടുത്താണ്. എന്താവശ്യമുണ്ടെങ്കിലും ഇക്കാനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അച്ഛൻ ഇക്കയുടെ നമ്പർ തന്നിരുന്നു. AC മുറിയിൽ ഇരുന്നുള്ള ജോലി, അത്യാധുനിക സൗകര്യങ്ങളുള്ള താമസം എല്ലാം ഉണ്ടായിട്ടും നാട് വിട്ടതിന്റെ സങ്കടം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഒരു രാത്രി പോലും അമ്മയെ പിരിഞ്ഞിരുന്നിട്ടില്ലാത്ത എന്നോട് അച്ഛൻ ചെയ്തത് വല്ലാത്ത ക്രൂരതയായി പോയി. ഇതുപോലുള്ള സുഖപ്രദമായ ജീവിതത്തിൽ മതി മറന്നിട്ടാവണം അച്ഛൻ 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങളെ കാണാൻ നാട്ടിൽ വരാറുണ്ടായിരുന്നത്. ഇവിടെ കൊണ്ടുവിട്ടു പോയിട്ട് ഒരാഴ്ചയായി. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ചിന്തകളിൽ അച്ഛനോടുള്ള അമർഷം കൂടിക്കൂടി വന്നു. അമ്മയെ കാണാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ. സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ സേതുക്കയെ വിളിച്ചു. ഇക്ക, എനിക്കിനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റൂ. ഇക്ക അച്ഛനോട് എനിക്ക് വേണ്ടി സംസാരിക്കണം. മോൻ എന്താ ഈ പറയുന്നത്? മോന്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇത്രയും നല്ല ഒരു ജോലി തരപ്പെടുത്തിയത്? മോൻ ക്ഷമിക്കൂ. ആദ്യമൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാം ശരിയാകും. സേതുക്കയുടെ സമാധാന ശ്രമം പാഴായി. ഇല്ല ഇക്ക, എനിക്ക് പോയേ പറ്റൂ. ഇക്ക എനിക്ക് വേണ്ടി അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറയാതെ ജോലി രാജിവെക്കും, തീർച്ച. ശരി, മോൻ ഒരു 2 ദിവസം കൂടി സമാധാനിക്കൂ. വെള്ളിയാഴ്ച നമുക്ക് അച്ഛന്റെ അടുത്ത് പോയി സംസാരിക്കാം. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. 2 മണിക്കൂറോളം സഞ്ചരിച്ച് പട്ടണത്തിൽ നിന്ന് ഒരുപാട് അകലെയായി ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ലേബർ ക്യാമ്പിലെ നിരയായി പണിത മുറികളിൽ ഒന്നിലേക്ക് സേതുക്ക എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നിരത്തിയിട്ടിരിക്കുന്ന കട്ടിലുകൾക്കിടയിൽ ഒരാൾക്ക് കഷ്ടിച്ചു മാത്രം നടക്കാനുള്ള ഇടമുണ്ട്. കട്ടിലുകൾക്ക് മുകളിലെ അഴകളിൽ മുഷിഞ്ഞതും അല്ലാത്തതുമായ തുണികൾ കൊണ്ട് തോരണം തൂക്കിയിട്ടിരിക്കുന്നു. അച്ഛൻ സൈറ്റിലാണെന്നും വരാറായെന്നും അച്ഛന്റെ സഹമുറിയിൽ ഒരാളായ ബംഗാളി പറഞ്ഞറിഞ്ഞു. വെള്ളിയാഴ്ചകളിൽ പോലും അച്ഛൻ ലീവ് എടുക്കാറില്ലത്രേ. അതിന് എക്സ്ട്രാ സാലറി കിട്ടും. അത് അച്ഛന്റെ കട്ടിലാണ്. മോൻ അവിടെ ഇരുന്നോളൂ. മൂലയിലുള്ള കട്ടിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സേതുക്ക പറഞ്ഞു. 3 അടി വീതിയുള്ള ഒരു കട്ടിൽ. തലഭാഗത്ത് അല്പം മുകളിലായി ഭിത്തിയിൽ ഒരു ചെറിയ കബോർഡ് ഘടിപ്പിച്ചിരിക്കുന്നു. അതിന്റെ മേൽ ഞാനും അമ്മയും കൂടിയുള്ള ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ, ടൈഗർ ബാം, പിന്നെ കുറച്ച് മരുന്നുകളുടെ കവറുകളും അലസമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി എന്റെ അച്ഛൻ ജീവിച്ച ലോകം ഞാൻ നോക്കി കാണുകയായിരുന്നു. അമ്പരപ്പ് മാറും മുൻപേ മുറിയുടെ വാതിൽക്കൽ അച്ഛന്റെ ശബ്ദം. നിങ്ങൾ ഒരു മുന്നറിയിപ്പും കൂടാതെ? എന്തു പറ്റി മോനെ? എന്തെങ്കിലും അത്യാവശ്യം? ഞാൻ അച്ഛനെ നോക്കി. തലയിൽ ഒരു തൂവാല കെട്ടിയിരിക്കുന്നു. മുഷിഞ്ഞ ഒരു കവറോളാണ് വേഷം. മരുഭൂമിയിലെ പൊടിമണലിൽ മങ്ങി നിൽക്കുന്ന ഒരു രൂപം.
കൺപീലികളിൽ പോലും വെളുത്ത മണൽ തങ്ങി നിൽക്കുന്നത് കാണാം. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ വില കൂടിയ സിഗരറ്റുമായി നിൽക്കുന്ന അച്ഛനെ മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഈ കാഴ്ച താങ്ങാനായില്ല. ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. എന്റെ മേല് മുഴുവൻ വിയർപ്പും പൊടിയാണടാ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു. 25 വർഷങ്ങളായി കൈമാറാൻ മറന്നുപോയ സ്നേഹം ഒരു പേമാരിയായി പെയ്തിറങ്ങി. അച്ഛന്റെ കൈകൊണ്ട് ഒരു സുലൈമാനിയും കുടിച്ച് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ സെയ്തിക്ക ചോദിച്ചു, മോനെ ഇനി പറ, നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണോ? വേണമിക്ക, പക്ഷേ എനിക്കല്ല, എന്റെ അച്ഛനു വേണ്ടി. കുടുംബത്തിനായി ഈ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ച എന്റെ അച്ഛൻ ഇനി വിശ്രമിക്കട്ടെ നമ്മുടെ സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ. വീട്ടുകാരുടെ സന്തോഷം കാത്തു സൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചു വെക്കുന്ന കുബൂസും പച്ചത്തൈരും കഴിച്ച് ഞങ്ങളുടെ ഓണസദ്യ ഗംഭീരമായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. നന്ദി.